അസദ് കുടുംബത്തിന്റെ 5 പതിറ്റാണ്ടു നീണ്ടുനിന്ന ഇരുമ്പു ഭരണം അവസാനിപ്പിച്ച് വിമതസേന സിറിയയിൽ ഭരണം പിടിച്ചെടുത്തപ്പോൾ ആശങ്കയോടെ ലോകരാജ്യങ്ങൾ. ഹീബ്രു മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത ദമാസ്കസിലെ ഒരു പള്ളിയിൽ നിന്നുള്ള ഫൂട്ടേജുകൾ പരിശോധിച്ചാൽ സിറിയയ്ക്കു ശേഷം തീവ്ര ഇസ്ലാമിസ്റ്റ് വിമത സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം ജെറുസലേം ആണെന്ന് വ്യക്തം. ക്രൈസ്തവ ജനതയ്ക്ക് ജെറുസലേമുമായുള്ള ബന്ധം അറുത്തുമാറ്റുവാൻ പറ്റുന്നതല്ല. നിലവിൽ ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് ജെറുസലേം. ക്രൈസ്തവർ ഏറ്റവും പരിപാവനമായി കാണുന്ന ഇടം. ഇവിടം ലക്ഷ്യം വെച്ചിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റ് വിമതർ. ഇത് ഇസ്ലാമിന്റെ നാടാണ്. ഇത് ദമാസ്കസ് ആണ്. മുസ്ലിം കോട്ടയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ജെറുസലേമിലേക്ക് വരുന്നു. ഗാസയിലെ ജനങ്ങളെ ക്ഷമയോടെ അല്ലാഹു അക്ബർ എന്നാണ് ഫൂട്ടേജിൽ വിമതർ ആക്രോശിക്കുന്നത്. دخلنا مسجد بني أمية مطمئنين الرؤوس ذليلين لله سبحانه وتعالى خاضعين له سبحانه وتعالى نقول أن من نصرنا هو الله وأن الله تعالى بقوته هو الذي نصرنا لا بقوتنا ولا بحولنا. هنا عقر دار الإسلام، هنا الشام، هنا عمر بن عبد العزيز، هنا أرض الإسلام، هنا دمشق، هنا فسطاط المسلمين. من هنا يا قدس، من هنا قادمون يا قدس. صبرا يا أهل غزة، صبرا صبرا. تكبير الله أكبر. لبيك لبيك يا أقصى، لبيك 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 يا أقصى، لبيك 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 يا أقصى. سائرون على طريق محمد صلى الله عليه وسلم وعلى طريق الصحابة رضوان الله تعالى عليهم 13 عاما ظنوا أن النور الذي انطلق من هنا من أول مظاهرة من هنا من المسجد النبوي عندما خرجت صيحات الله أكبر الله أكبر ظنوا أن النور الذي انطلق من هنا من جامع بني أمية ظنوا أنه يخبو ولكن خسروا وخابوا. جاءوا بالميليشيات وجاءوا بروسيا ودعمتهم الدول ولكن قلنا هي لله هي لله. صبرنا، جلسنا تحت الخيام، جلسنا بين الطين، نمنا على التراب، يقيننا بالله أننا منصورون وأن الله منجز وعده. فدخلنا نطع دمشق وندخل المسجد الأموي مكبرين مهللين. وكذلك بإذن الله وكذلك المسجد الأقصى وكذلك مسجد محمد وكذلك الكعبة ندخلها بإذن الله. مكبرين مهللين متعطعين الرؤوس ذليلين لك يا رب انصرنا على القوم الكافرين والله أكبر. ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ അക്സ മസ്ജിദ് ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതാവ് ന്യൂനപക്ഷങ്ങളിൽ ഇടപെടില്ലെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഈ പ്രതികരണം. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത ലക്ഷ്യം ജെറുസലേം ആണെന്ന സൂചനകളാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അതേസമയം സിറിയൻ സ്വേച്ഛാധിപതി അസദിന്റെ പതനത്തെ തുടർന്ന് രാജ്യത്ത് ഉടലെടുത്ത അരാജകത്വം കണക്കിലെടുത്ത് ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള ബഫർ സോണിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം.